ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമീസ് ക്യാപ്സ്യൂൾ സീരീസ്. ഓക്കെ, ടീച്ചർ ഇന്ന് വന്നേക്കുന്നത് സുവോളജി ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ടീച്ചർ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? Complete the flow chart showing spermatogenesis by filling A and B and answer the questions. Okay, അപ്പൊ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എയും പിന്നെ ഏതാ ബിയും ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, എന്തിന്റെ ഫ്ലോ ചാർട്ട് അത്? സ്പെർമറ്റോജെനസിസ്, ഫോർമേഷൻ ഓഫ് സ്പേംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്പെർമറ്റോജെനസിസ് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ എവിടെ നിന്നാണ് നമ്മൾ സ്പെർമറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടെ നിന്നാണ് മക്കളെ? സ്പെർമറ്റോഗോണിയ. എന്താണ് സ്പെർമറ്റോഗോണിയ? പിന്നെ ഫസ്റ്റ് ഉണ്ടാകുന്നത് എന്താ നമുക്കറിയാം അല്ലെ? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമറ്റോഗോണിയ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? പ്രൈമറി സ്പെർമറ്റോസൈറ്റിന്റെ ഫോർമേഷൻ ആണ്. അവിടുത്തെ സെൽ ഡിവിഷൻ ഏതാണ്? മൈറ്റോസിസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മിയോസിസ് 1 നടക്കുന്നുണ്ട്, മിയോസിസ് 2 നടക്കുന്നുണ്ട്. മിയോസിസ് 1 ആണ് റിഡക്ഷൻ ഡിവിഷൻ ഇവിടെ നടന്നു കഴിഞ്ഞാൽ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, പിന്നെ സ്പെർമാറ്റിഡ്, പിന്നെ സ്പേം. സ്പെർമറ്റോസോവ തന്നെയാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക? സ്പേം എന്ന് അറിയപ്പെടുക. എന്നിട്ട് നമുക്ക് ടോട്ടല് 4 സ്പേംസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് അറിയുന്നതാണ് അല്ലേ? അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ഏതാ മക്കളെ? സ്പെർമറ്റോഗോണിയ. സെക്കൻഡ് വൺ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. പിന്നെന്താണ്? സെൽ ഡിവിഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉണ്ടാവുന്നത് ഏതാ? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. പിന്നെ ബി എന്താ മക്കളെ? സ്പെർമാറ്റിഡ്സ്. ബി എന്താണ്? സ്പെർമാറ്റിഡ്സ് ആണ് കേട്ടോ, സ്പെർമാറ്റിഡ്സ്. പിന്നെ ഇതിനൊന്നും കൂടി അതിന്റെ രൂപവ്യത്യാസം ഒക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം അതെന്തായിട്ട് ഫോം ചെയ്യാണ്? സ്പേം ആയിട്ട് ഫോം ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താണ്? സ്പെർമറ്റോഗോണിയ. ബി എന്താണ്? സ്പെർമാറ്റിഡ്സ്. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ക്രോമോസോം നമ്പർ ഓഫ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്? നോക്കിയ മക്കളെ, പ്രൈമറി സ്പെർമറ്റോസൈറ്റിന്റെ ക്രോമോസോം നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കറിയാം സ്പെർമറ്റോഗോണിയ ഇവിടെ നടക്കുന്ന സെൽ ഡിവിഷൻ ഏതാ? മൈറ്റോസിസ് സെൽ ഡിവിഷൻ ആണല്ലേ. അപ്പൊ ക്രോമോസോം നമ്പറിന് ചേഞ്ച് വരുമോ? വ്യത്യാസം വരില്ല. ക്രോമോസോം നമ്പർ എത്രയാണ്? 46 ആണ്. ഓക്കെ, അതിനുശേഷം ഇവിടെയാണ് മിയോസിസ് 1ഉം മിയോസിസ് 2ഉം നടക്കുന്നത്. ഇവിടെ മൈറ്റോസിസ് ആയതുകൊണ്ട് ക്രോമോസോം നമ്പർ എത്രയായിരിക്കും? 46 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ ഇൻ സ്പെർമറ്റോജെനസിസ്? ഓക്കെ, അപ്പൊ നമ്മുടെ സ്പെർമറ്റോജെനസിസില് ഈ സ്റ്റെപ്പ് എത്തുമ്പോ ഇവിടെ ഒരു റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്, മിയോസിസ് സംഭവിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ പെക്യൂലിയാരിറ്റി എന്താണ്? അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ് പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് 23 ക്രോമോസോംസ് അല്ലെങ്കിൽ സ്പേംസ്. ഓക്കെ, റിഡക്ഷൻ ഡിവിഷൻ നടന്നതിന് ശേഷമാണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേംസ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് സ്പെർമറ്റോജെനസിസ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി മക്കൾ എന്തും കൂടി പഠിച്ചു വെക്കുക, ഈ ഒരു ഫ്ലോ ചാർട്ട് കൂടി വരയ്ക്കാനായിട്ട് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഐഡന്റിഫൈ ദി സ്ട്രക്ചർ എന്നും പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? oogenesis പഠിക്കാനുണ്ട്. ഗാമറ്റോജെനസിസ് എന്ന് പറയുമ്പോൾ അവിടെ സ്പെർമറ്റോജെനസിസ് ഫോർമേഷൻ ഓഫ് സ്പേം ഉണ്ട്, oogenesis ഉണ്ട് അല്ലെ, ഫോർമേഷൻ ഓഫ് ഓവ് ഉണ്ട്, അല്ലെങ്കിൽ സെക്കൻഡറി യൂസൈറ്റ് നമുക്ക് പറയാം. അപ്പൊ ഇതിലുള്ള സ്റ്റെപ്സ് കൂടി മക്കൾ പഠിച്ചു വെക്കാം. ആദ്യം തന്നെ എന്താണ്? അവിടെ സ്പെർമറ്റോഗോണിയ ആയിരുന്നു. ഇവിടെ എവിടെയാ മക്കളെ? ഊഗോണിയ. ഊഗോണിയക്ക് ഫസ്റ്റ് നടക്കുന്ന സെൽ ഡിവിഷൻ ഏതാ? മൈറ്റോസിസ് സെൽ ഡിവിഷൻ ആണ്. അതിനുശേഷം എന്തുണ്ടാകുന്നു? പ്രൈമറി യൂസൈറ്റ് ഉണ്ടാകുന്നു. ഇത് ഏത് ടൈം പീരീഡിലാണ് നടക്കുന്നത് മക്കളെ? ഫീറ്റൽ സ്റ്റേജിൽ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ തന്നെ ഈ ഒരു ഫസ്റ്റ് പ്രൊസീജിയർ നടക്കുന്നുണ്ട്, ഫീറ്റൽ സ്റ്റേജിൽ തന്നെ നടക്കുന്നതാണ്. പിന്നെ നമ്മളുടെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ കംപ്ലീറ്റഡ് പ്രയർ ടു ഓവുലേഷൻ. എന്താണ്? ഇവിടെ ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ടല്ലേ. നമ്മളെ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ പ്രോഫേസ് 1ൽ വെച്ചിട്ട് അവിടെ അറസ്റ്റ് സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെന്താ? പ്യൂബർട്ടി ഒക്കെ അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റേജസ് എല്ലാം നടക്കുന്നുണ്ട്. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ആവുമ്പോഴാണ് ബാക്കി പിന്നെ ചൈൽഡ്ഹുഡ്, പ്യൂബർട്ടി. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഈ ഒരു ഡയഗ്രാം നന്നായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ സെക്കൻഡറി യൂസൈറ്റ് എപ്പോ മാത്രമേ ഓവായിട്ട് മാറുള്ളൂ? എപ്പോഴാണോ സ്പേം ഇങ്ങോട്ട് വരുന്നത്, സ്പേം എപ്പോഴാണോ വരുന്നത്, സ്പെർമെൻട്രി നടന്നതിന് ശേഷം മാത്രമേ സെക്കൻഡറി യൂസൈറ്റ് എന്തായിട്ട് മാറുള്ളൂ? നമ്മുടെ ഓവമായിട്ട് ഫോം ചെയ്യുള്ളൂ.
ഓക്കെ, ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ ഫസ്റ്റ് പോളാർ ബോഡി, സെക്കൻഡ് പോളാർ ബോഡി, അങ്ങനെ പോളാർ ബോഡീസിന്റെ ഫോർമേഷൻ കൂടി എവിടെ നടക്കുന്നുണ്ട്? oogenesis നടക്കുന്നുണ്ട്. ഓക്കെ, ഈ ഫോർമേഷൻ നടക്കുന്നത് എപ്പോഴാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. അഡൽട്ട് ഫേസിലാണ് കേട്ടോ, റീപ്രൊഡക്റ്റീവ് ലൈഫിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ഓക്കെ, പിന്നെ ഓവർ എപ്പോഴാണ് സെക്കൻഡറി യൂസൈറ്റ്, എപ്പോഴാണ് ഓവായിട്ട് മാറുക? അത് സ്പേം വന്നതിന് ശേഷം മാത്രമേ അത് സംഭവിക്കുള്ളൂ. അതും കൂടി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു അറസ്റ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ, അവിടെ ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. oogenesis ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആകുന്നുണ്ട്. ഓക്കെ, അതൊരു എന്താ പറയാ ലൈഫ് ലോങ് പ്രോസസ് അല്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല, അതിന് ഒരു ബ്രേക്ക് സംഭവിക്കുന്നുണ്ട്. ഇത് ലൈഫ് ലോങ് ഉണ്ടാവോ? ഇല്ല. എന്താ, മെൻസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം, മെനോപോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം oogenesis നടക്കില്ല. ഓക്കെ ആണല്ലോ, ആ കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ഡയഗ്രാം വരയ്ക്കാനായിട്ട് കൂടി പഠിച്ചു വെക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എ ആൻഡ് ബി. നമുക്കൊരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിന്റെ സ്ട്രക്ചർ ആണ് മക്കളെ? ഒന്ന് നോക്കിയേ. ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് എ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ടെസ്റ്റിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പേം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മെയിൽ ജേം സെൽസ് പഠിച്ചു, സർട്ടോളി സെൽസ് ഒക്കെ പഠിച്ചതല്ലേ? ഓക്കെ, അപ്പൊ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ എൻലാർജ് ഡയഗ്രാം ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നമ്മൾ ക്വസ്റ്റ്യൻ എന്താ? ഇവിടെ എ ആൻഡ് ബി എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എ ഏതാണ്, അതേപോലെ തന്നെ ബി ഏതാണ്? നോക്കി മക്കളെ, എ ഏതാണ് മക്കളെ? സ്പെർമറ്റോഗോണിയം. ഈ ഡയഗ്രാം ഒന്ന് നോക്കാം. ഏതാണ്? സ്പെർമറ്റോഗോണിയം. ഓക്കെ, സ്പെർമറ്റോഗോണിയം. അപ്പൊ ഏതാണ്? സ്പെർമറ്റോഗോണിയാണ് കേട്ടോ, സ്പെർമറ്റോഗോണിയം. ഇനി നെക്സ്റ്റ് വൺ ഏതാ? ബി ഏതാന്നാ ചോദിച്ചേക്കുന്നേ. ഐഡന്റിഫൈ എ ആൻഡ് ബി. ബി ഏതാ? ദേ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സെൽസ് ആണല്ലേ, ഇത് ഓവൽ ഷേപ്പ് ആണ്. അത് ഏതാണ്? സെർട്ടോളി സെൽസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, സെർട്ടോളി സെൽസും ഫംഗ്ഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ കൂടെ മക്കൾ ഈ ഒരു ഡയഗ്രാം കൂടി പഠിച്ചു വെക്കാം, ലാബിലിംഗ് ചോദിക്കാം. ഇതാരാണ്? നമ്മളുടെ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ് ആണ്. ഓക്കെ, സ്പെർമറ്റോഗോണിയ നമ്മുടെ സെർട്ടോളി സെൽസ് ഉണ്ട്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം അങ്ങനെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് കിട്ടും. നമ്മുടെ ആ ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, സ്പേം ഉണ്ടാവുന്ന ഫ്ലോ ചാർട്ട് പോലെ തന്നെ പഠിച്ചു വെക്കുക. സ്പെർമറ്റോഗോണിയ, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പേം, ആ ഒരു ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചു പോയാൽ മതി, കിട്ടൂട്ടോ. പിന്നെ ഈ ഒരു ഓവൽ ഷേപ്പിലുള്ളത് മാത്രം ഒന്ന് വേറെ എടുത്ത് പഠിക്കുക, സെർട്ടോളി സെൽസ് ആണ്. ഓക്കെ, ഇത്തരത്തിൽ പഠിച്ചു വെക്കാം. ഇനി നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ബി. ഇവിടെ ബിയുടെ ഫംഗ്ഷൻ, ബി ഏതാ? സെർട്ടോളി സെൽസ് ആണല്ലേ. സെർട്ടോളി സെൽസിന്റെ മെയിൽ ജേം സെൽസിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. മെയിൽ ജേം സെൽസ് ഫംഗ്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ആണ്. സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞേ, പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ജേം സെൽസ്. മെയിൽ ജേം സെൽസിന് എന്ത് പ്രൊവൈഡ് ചെയ്യുക? ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇതിന്റെ ഫംഗ്ഷൻ. സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ദ നമ്പർ ഓഫ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആൻഡ് പ്രൈമറി oocyte ആർ 250. അപ്പൊ നോക്കു മക്കളെ, പ്രൈമറി സ്പെർമറ്റോസൈറ്റിന്റെ എണ്ണം എത്രയാണ്? 200 ആണ് കേട്ടോ. പ്രൈമറി സ്പെർമറ്റോസൈറ്റിന്റെ എണ്ണം 200 ആണ്. പ്രൈമറി oocyteന്റെ എണ്ണം 50 ആണ്. ഓക്കെ, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് സ്പേംസ് ആൻഡ് ഓവ ഫോർവേഡ്? ഉണ്ടായേക്കുന്ന സ്പേമിന്റെയും ഓവത്തിന്റെയും നമ്പർ എത്രയാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി നേരത്തെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. നേരത്തെ ടീച്ചറുടെ ഡയഗ്രാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, സ്പെർമറ്റോജെനിസിസും oogenesis. സ്പെർമറ്റോജെനിസിസ് കഴിയുമ്പോൾ ഇവിടെ എത്ര സ്പേം ഉണ്ടാവുന്നുണ്ട്? 4 സ്പേംസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് കഴിഞ്ഞ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ 4 സ്പേംസ് ആണ് ഉണ്ടാകുന്നത്. അതേപോലെ oogenesis കഴിയുമ്പോൾ ഇവിടെ ഒരു ഓവം അല്ലെങ്കിൽ സെക്കൻഡറി oocyte മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. ഇനി നമുക്ക് ഉത്തരം നോക്കാം. Primary spermatocyte can produce 4 sperms. Primary spermatocyte നെ എത്ര sperms produce ചെയ്യാ? 4 sperms ആണ് produce ചെയ്യാ. നമുക്കറിയുന്ന കാര്യമാണ്. So, number of sperms produced from 200 primary spermatocyte. ഇവിടെ കൊടുത്തേക്കുന്ന primary spermatocyteന്റെ എണ്ണം എത്രയാ? 200 ആണല്ലേ. അപ്പൊ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേമിന്റെ എണ്ണം കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 200 into 4 സ്പേംസ് അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ 200 into 4 എത്രയാണ്? 800 സ്പേംസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് സ്പേംസിന്റെ കേസ് നമുക്ക് പറയാനുള്ളത്.
ഇനി പ്രൈമറി oocyte ആണെങ്കിൽ അത് ഒരു ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സോ number of ova produced from 50 primary oocyte 50 into 1 is equal to 50 ovas ആണ് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയാൽ പ്രൈമറി oocyte എത്രയാണ് 50 ആണ് കേട്ടോ. അപ്പോ 50 into എത്ര ഓവ പ്രൊഡ്യൂസ് ചെയ്യാ? ഒരെണ്ണം. ഒരു പ്രൈമറി oocyte എത്ര ഓവ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ? ഒരു ഓവം മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പൊ 50 into 1 കൊടുത്തു കഴിഞ്ഞാൽ 50 ഓവാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാ. ഓക്കെ ഓക്കെ ആണല്ലോ. ഇതാണ് അതിന്റെ ഉത്തരം. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Write 4 differences between spermatogenesis and oogenesis. വെരി ഇമ്പോർട്ടന്റ് ആണ്. 4 പോയിന്റ്സ് ആണ് നമ്മൾ എത്ര മാർക്കിന് ചോദിച്ചാൽ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 4 പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഇവിടെ കുറച്ചധികം പോയിന്റ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇത് കൂടി പഠിച്ചു വെക്കുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 പോയിന്റ്സ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയുമ്പോൾ ആ പ്രോസസ് എന്താണ്? ഫോർമേഷൻ ഓഫ് സ്പെർംസ് ആണ്. അറിയാലോ. oogenesis എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് ഓവ് ആണ്. ഇനി സ്പെർമറ്റോജെനിസിസ് കണ്ടിന്യൂസ് പ്രോസസ് ആണല്ലേ. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു സ്പെർമറ്റോജെനിസിസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ ലൈഫ് ലോങ് ഉണ്ടാകുന്ന ഒരു പ്രോസസ് ആണ്. ഒരു തടസ്സവും കാര്യങ്ങളും അവിടെ വരുന്നില്ല. ഇനി oogenesisന്റെ കേസിൽ അത് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നേരത്തെ പറഞ്ഞില്ലേ അത് അവിടെ പ്രോഫേസ് 1 വെച്ചിട്ട് അവിടെ അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ള പ്രോസസ് ഒക്കെ നമ്മൾ ബർത്തിന് ശേഷം പ്യൂബർട്ടിക്ക് ശേഷം ഒക്കെ നടക്കുന്ന പ്രോസസ്സും അതിലുണ്ട്. ഓക്കെ ആണല്ലോ. പിന്നെയും ബ്രേക്ക് ആകുന്നുണ്ട്. അതിനുശേഷം സ്പേം വന്നതിന് ശേഷം മാത്രമേ അവിടെ സെക്കൻഡറി oocyte എന്തായിട്ട് മാറുന്നുള്ളൂ? ഓ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇത് ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പിന്നെ സ്പെർമറ്റോജെനിസിസ് എവിടെയാണ് നടക്കുക? ടെസ്റ്റിസിലാണ് നടക്കുക. പ്രൈമറി സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസിലാണ് സ്പെർമറ്റോജെനിസിസ് നടക്കുക. എന്നാൽ oogenesis നടക്കുന്നത് എവിടെയാണ്? ഓവറിയിലാണ്. ഓവറിയിലാണ് oogenesis നടക്കുക. ഇനി പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, ഒരു പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് എത്ര സ്പെർംസ് ഉണ്ടാക്കാം? 4 സ്പെർംസിനെ നമുക്ക് ഉണ്ടാക്കാം. ഇനി പ്രൈമറി oocyteൽ നിന്ന് നമുക്ക് ഒരു ഓവത്തിന് മാത്രമേ ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. കുറച്ച് മുന്നേ പറഞ്ഞതാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇനി സ്പെർമറ്റോജെനിസിൽ എന്തുണ്ടാകുന്നില്ല? പോളാർ ബോഡീസിന്റെ ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പൊ ഇവിടെ നോ പോളാർ ബോഡീസ്. എന്നാൽ oocyteല് ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡ് പോളാർ ബോഡിയും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താ? പോളാർ ബോഡീസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി എന്താ? സ്പെർമറ്റോജെനിസിസ് ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി. പ്യൂബർട്ടിയിൽ തുടങ്ങി കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ്സ് അപ് ടു സെനിലിറ്റി, വാർദ്ധക്യം വരെ നിലനിൽക്കുന്ന പ്രോസസ് ആണ് സ്പെർമറ്റോജെനിസിസ്. എന്നാൽ oogenesis എന്താണ്? ബിഗിൻസ് അറ്റ് എംബ്രിയോണിക് സ്റ്റേജ് അല്ലെ, ഫീറ്റൽ ലൈഫിൽ തന്നെ കുഞ്ഞായിരിക്കുന്ന ആ ഒരു നമ്മള് അമ്മയുടെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന ടൈമിൽ തന്നെ എന്ത് തുടങ്ങുന്നുണ്ട്? oogenesis തുടങ്ങുന്നുണ്ട്. ബട്ട് സസ്പെൻസ് അപ് ടു പ്യൂബർട്ടി ഇറ്റ് സീസസ് അറ്റ് ദ ഏജ് ഓഫ് 50. നമുക്കറിയാം മെനോപോസ് അവസാനിക്കുമ്പോ തന്നെ ആ ഒരു സ്റ്റേജ് ആവുമ്പോ തന്നെ അറൌണ്ട് 50 years ഓഫ് ഏജ് ആവുമ്പോ തന്നെ oogenesis നമ്മളിൽ അവസാനിക്കും. അപ്പൊ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല. ഓക്കെ ആണല്ലോ. അപ്പോ ഇതാണ് ഡിഫറൻസ് ചോദിച്ച് എഴുതേണ്ട ഒരു 4 പോയിന്റ് മക്കൾ പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സ്പെർമിയോജെനിസിസ് ആൻഡ് സ്പെർമിയേഷൻ. എന്താണ് സ്പെർമിയോജെനിസിസ്, എന്താണ് സ്പെർമിയേഷൻ? സ്പെർമറ്റോജെനിസിസ് നമുക്കറിയാം ഫോർമേഷൻ ഓഫ് സ്പെർംസ് ആണ്. ഇവിടെ നമുക്ക് 2 പ്രോസസ്സ് പഠിക്കാനുണ്ട്, സ്പെർമിയോജെനിസിസും സ്പെർമിയേഷൻ. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഡ്യൂറിങ് സ്പെർമറ്റോജെനിസിസ് സംഭവിക്കുന്ന ടൈമില് സ്പെർമാറ്റിഡ്സ് ആർ ട്രാൻസ്ഫോർഡ് ഇൻടു സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പെർം. ഇറ്റ് ഈസ് കോൾഡ് സ്പെർമിയോജെനിസിസ്. നമ്മൾ കുറച്ച് മുന്നേ ഈ ഡയഗ്രാം പഠിച്ചതാണല്ലേ. ഈ സ്പെർമാറ്റിഡ് എന്നുള്ള ഈ ഒരു സ്ട്രക്ചർ സ്പേം ആയിട്ട് മാറുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുക. സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുക. എന്തായിട്ട് മാറുന്നതാ? സ്പെർമാറ്റിഡ്സ് സ്പെർമറ്റോസോവയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? സ്പെർമിയോജെനിസിസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് സ്പെർമിയേഷൻ? ഒരു റിലീസിംഗ് പ്രോസസ് ആണ് അല്ലേ. എന്താണെന്ന് നോക്കിയേ. സ്പെർമിയേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് മെച്യൂർ സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേംസ്, മെച്യൂർ ആയിട്ടുള്ള സ്പേംസിനെ റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ്. എവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാ? ഫ്രം സെർട്ടോളി സെൽസ് into the lumen of seminiferous tubules. ഓക്കെ, സെർട്ടോളി സെൽസിൽ നിന്നും മെച്യൂർ ആയിട്ടുള്ള സ്പേംസിനെ സെമിനിഫറസ് ട്യൂബ്യൂൾസിലേക്ക് റിലീസിംഗ് പ്രോസസ് ആണ് അല്ലെ, റിലീസ് ചെയ്യുന്ന പ്രോസസ് ആണ് സ്പെർമിയേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമിയേഷൻ എന്താ? റിലീസിംഗ് ഓഫ്
സ്പേംസ് ആണ്. എന്ത് സ്പേംസ് ആണ്? മെച്ചൂർഡ് സ്പേംസ്. ഫ്രം എവിടെ നിന്നാണ്? സെറട്ടോളി സെൽസിൽ നിന്ന്. എവിടേക്കാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിലേക്ക്. ഇത് രണ്ടും പഠിച്ചു വെക്കാൻ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Explain the role of various hormones in the process of spermatogenesis. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ്? നമ്മൾ സ്പെർമറ്റോജെനിസിസ് നടക്കുന്ന ടൈമിൽ അവിടെ കുറച്ച് ഹോർമോൺസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഹൈപ്പോതലാമസ് 2 ഗുണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോണ് റിലീസ് ചെയ്യുന്നുണ്ട്. GnRH. എന്താണ്? ഗുണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺസ് ആണ്. ആ 2 GnRH എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. GnRH act as anterior pituitary gland and stimulate secretion of 2 gonadotropins. ഓക്കെ, ഈ GnRH നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവിടെ 2 ഗൊണാഡോട്രോപ്പിന്റെ സെക്രീഷൻസ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈപ്പോതലാമസ് 2 GnRHനെ റിലീസ് ചെയ്യുന്നുണ്ട് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കി മക്കളെ. LH-ഉം FSH-ഉം ആണ്. LH-ഉം FSH ആണ്. ഫുൾ ഫോം എക്സാമിന് ചോദിക്കും. LH-ന്റെ ഫുൾ ഫോം എന്താ? ലൂട്ടിനൈസിംഗ് ഹോർമോൺ ആണ്. ഫംഗ്ഷൻ എന്താണ് മക്കളെ? ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ട് ഓൺ ലീഡിംഗ് സെൽസ്. ലീഡിംഗ് സെൽസ് ആക്ട് ചെയ്ത്. അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുക? ലീഡിംഗ് സെൽസിന്റെ ഫംഗ്ഷൻ ആലോചിക്കുക. ലീഡിംഗ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താ? സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ് ആണ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യലാണ് നമ്മുടെ LH-ന്റെ ഫംഗ്ഷൻ. ഓക്കെ, ലൂട്ടിനൈസിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ട് ഓൺ ലീഡിംഗ് സെൽസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അടുത്തത് FSH ആണ്. FSHന്റെ ഫുൾ ഫോം പഠിക്കണം. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇത് ഏത് സെല്ലുകൾ ആക്ട് ചെയ്യുന്നത്? ആക്ട് ഓൺ സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസും ആക്ട് ചെയ്ത് സ്റ്റിമുലേറ്റ് ദ സെക്രീഷൻ ഓഫ് സം ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജെനസിസ്. സ്പെർമിയോജെനസിസ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചതാണല്ലേ. റിലീസിംഗ് ഓഫ് സ്പേംസ് ആണ്. അതിനു വേണ്ടി ആവശ്യമുള്ള കുറച്ച് ഫാക്ടേഴ്സിന്റെ സെക്രീഷൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് FSHന്റെ ഫംഗ്ഷൻ. അപ്പോ നമ്മുടെ LH ആക്ട് ചെയ്യുന്നത് ലീഡിംഗ് സെൽ സിംബിൾ ആണെങ്കിൽ FSH ആക്ട് ചെയ്യുന്നത് എവിടെയാണ്? സെർട്ടോളി സെൽ സിംബിൾ ആണ് കേട്ടോ. 2 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. LH എന്താണ്? സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ് ആണ്. FSH എന്താണ്? ഫാക്ടേഴ്സ് സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? സ്പെർമിയോജെനസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. വെനെ ഒരു 1 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. വെനെ പ്രൈമറി യൂസൈറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻടു എ സെക്കൻഡറി യൂസൈറ്റ്. ഒരു പ്രൈമറി യൂസൈറ്റ് സെക്കൻഡറി യൂസൈറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ന്യൂ മെമ്പറൈൻ. അതിന് ചുറ്റും ഒരു മെമ്പറൈൻ വന്നിങ്ങനെ കവർ ചെയ്തിരിക്കുന്നുണ്ട്. ആളുടെ പേരെന്താണെന്നാ ചോദിച്ചേക്കുന്നേ. സോണ പെലിസിഡ എന്നാണ് കേട്ടോ. അതുകൂടി പഠിച്ചു വെക്കാം. നമുക്ക് ഡയഗ്രാം സെപ്പറേറ്റ് പഠിക്കാനുണ്ട് കേട്ടോ മക്കളെ. ഇനി നെക്സ്റ്റ് നോക്കാം. ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഐഡന്റിഫൈ ദ ഡയഗ്രാം. ഏതിന്റെ ഡയഗ്രാം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളുടെ ചോദ്യം. ഇതിന്റെ ഡയഗ്രാം മക്കളെ നമ്മളുടെ ഓവറിയുടെ ഡയഗ്രാം ആണ്. ഓവറിയുടെ ഡയഗ്രാം കേട്ടോ. ഓൺ വിച്ച് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. മെൻസ്ട്രൽ സൈക്കിളിന്റെ ഏത് ദിവസത്തിലാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോകുന്നത് ഏത് ദിവസമാണെന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം ഓവറിയുടെ ഡയഗ്രാം ആണെന്നാണ്. നമുക്കറിയാം ഗ്രാഫിയൻ ഫോളിക്കിൾസ് പൊട്ടിപ്പോകുന്നത് ഏത് ദിവസമാണ് മക്കളെ? ഓവുലേഷൻ സംഭവിക്കുന്നത് ഏത് ദിവസമാണ്? 14th ഡേ ആണ്. 14ാമത്തെ ദിവസമാണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്ട്രക്ചർ ഫോമിംഗ് ആഫ്റ്റർ റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. എന്താണ് മക്കളെ? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് പൊട്ടിപ്പോയതിനു ശേഷം അതിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു സ്ട്രക്ചറിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഒരു യെല്ലോ ഗ്ലാൻഡുലാർ മാസിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ടല്ലോ. ആ സ്ട്രക്ചറിന്റെ പേരെന്താണ് മക്കളെ? കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ആണ് കേട്ടോ. പ്രൈമറി ഫോളിക്കിൾ മെച്ചേർഡ് ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയി അതിനുശേഷം ഒരു യെല്ലോ ഗ്ലാൻഡുലാർ മാസ് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം എന്തിനാ സഹായിക്കുന്നേ? കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ്സ് പ്രൊജെസ്റ്ററോൺ. ഇത് ഏത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു? പ്രൊജെസ്റ്ററോൺ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചു വെച്ചോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, പഠിച്ചു വെക്കുക. ഈ ഒരു ഡയഗ്രാം ഓവറിയുടെ ഡയഗ്രാം ആണ്. ലാബലിംഗ് പഠിച്ചു വെക്കുക. ഗ്രാഫിയൻ ഫോളിക്കിൾ, ടെർഷ്യറി ഫോളിക്കിൾ, പ്രൈമറി ഫോളിക്കിൾ, പിന്നെ കോർപ്പസ് ലൂട്ടിയം പഠിച്ചു വെക്കുക കേട്ടോ. ഇനി
ഫസ്റ്റ് മെൻസ്ട്രേഷൻ, ആദ്യത്തെ മെൻസ്ട്രേഷൻ വിളിക്കുന്ന പേരെന്താ? മെനാർക്ക് എന്നാണ്. ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് മെനാർക്ക്. ഇനി സ്റ്റോപ്പിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ സീസിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രോസസ് എന്താ മക്കളെ? മെനോപോസ് ആണ്. മെനോപോസ് ആണ്. ഓക്കെ ആണല്ലേ? അറൌണ്ട് 50 years ഓഫ് ഏജ്, ഒരു 50 ഏകദേശം ഒരു 50 വയസ്സാകുമ്പോഴേക്കും ഈ മെൻസ്ട്രേഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും. അതാണ് മെനോപോസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, ഇത് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. എക്സ്പ്ലനേഷൻ ആണ്. നോക്കാം. നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല നമുക്ക്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ മാത്രമേ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൃത്യമായിട്ട് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത് 4 സ്റ്റേജ് ആയിട്ടാണ്, 4 ഫേസസ് ആയിട്ടാണ്. ആദ്യത്തെ ഫേസ് ഏതാ? മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഫേസ് എന്ന് പറയും. രണ്ടാമത്തെ ഫോളിക്കുലാർ ഡെവലപ്മെന്റ് നടക്കുന്ന ഫേസ് ആണ്, അതുകൊണ്ട് തന്നെ ഫോളിക്കുലാർ ഫേസ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ ഫേസ് ഓവുലേറ്ററി ഫേസ് ആണ്, അവിടെ വെച്ചിട്ടാണ് ഓവുലേഷൻ നടക്കുക. ലാസ്റ്റ് ഫേസ് എന്താണ്? ലൂട്ടിയൽ ഫേസ് ആണ്. നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്യുന്ന ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ്. 4 ഫേസ് ആണ് മൊത്തം നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ മെൻസ്ട്രൽ ഫേസ്, മെൻസ്ട്രേഷൻ ആദ്യത്തെ ഫേസ് നോക്കാം. മെൻസ്ട്രേഷൻ ആണ് കേട്ടോ. മെൻസ്ട്രേഷന്റെ വേറെ പേര് ബ്ലീഡിംഗ് ഫേസ് എന്നാണ്. ഒരു 3 മുതൽ 5 ദിവസം വരെ ഫസ്റ്റ് നമ്മുടെ മെൻസ്ട്രേഷൻ ആയിരിക്കും. ഈ മെൻസ്ട്രേഷൻ ആണ് എന്ത്? ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം. നമ്മുടെ എൻഡോമെട്രിയം, യൂട്രസിന്റെ 3 ലെയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ ഇന്നർ ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയം പൊട്ടിപ്പോകുന്നത് ഫസ്റ്റ് ഫേസിലാണ്, മെൻസ്ട്രേഷനിലാണ്. അതാണ് മെൻസ്ട്രേഷൻ, ബ്ലീഡിംഗ് ഫേസ്. 3 മുതൽ ഒരു 5 ദിവസം വരെ ഇത് നിലനിൽക്കാം. ഇനി രണ്ടാമത്തെ ഫേസ് എന്താ? ഫോളിക്കുലാർ ഫേസ് ആണ്, അല്ലെങ്കിൽ പ്രോലിഫറേറ്റീവ് ഫേസ് എന്നാണ്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താ? പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നു. പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നു. ഇനി ഗ്രാഫിയൻ ഫോളിക്കിൾ ഒരാളുടെ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക്. ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ്സ് ഈസ്ട്രജൻ. ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന നമ്മളുടെ ഹോർമോൺ ഏതാ? ഈസ്ട്രജൻ. ഈസ്ട്രജൻ സെക്രീറ്റ് ചെയ്യുന്നത് ആരാ? ഗ്രാഫിയൻ ഫോളിക്കിൾ ആണ്. ഇനി ഈസ്ട്രജന്റെ ഫംഗ്ഷൻ ചോദിക്കാം. ഈസ്ട്രജന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താ? ഈസ്ട്രജൻ ഹെൽപ്സ് ഇൻ റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഫേസിൽ നമ്മളുടെ എൻഡോമെട്രിയം എന്നുള്ള ലെയർ അവിടെ പൊട്ടിക്കെടുക്കാൻ. അപ്പൊ രണ്ടാമത്തെ ഫേസില് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ്ട്രജൻ ഉണ്ടാക്കി. ഈസ്ട്രജൻ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നേ? പൊട്ടിപ്പോയ എൻഡോമെട്രിയം പിന്നെയും റീജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. 14th ഡേ നടക്കുന്ന ആ മിഡിൽ ഡേയിൽ നടക്കുന്നതാണ് നമ്മളുടെ ഓവുലേറ്ററി ഫേസ്. ഓക്കെ, ഈ ഓവുലേറ്ററി ഫേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവുലേറ്ററി ഫേസിൽ വെച്ചിട്ടാണ് നമ്മുടെ LH-ഉം FSH-ഉം ഹോർമോൺസ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. LH-ഉം FSH-ഉം ഹോർമോൺസ് അതിന്റെ പീക്ക് ലെവലിൽ എത്തുന്നത് ഈ 14th സ്റ്റേജിലാണ്. പിന്നെ നമ്മൾ ഒരു പേരിൽ അവിടെ അറിയപ്പെടുന്ന ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കീവേഡ് ഉണ്ട്, അത് പഠിച്ചു വെക്കണം. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH. LH-ന്റെ പെട്ടെന്നുള്ള ഒരു സെക്രീഷനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? LH സർജ് ആണ്. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH-നെ വിളിക്കുന്ന പേരെന്താ? LH സർജ് ആണ്. പഠിക്കണം കേട്ടോ. റാപ്പിഡ് സെക്രീഷൻ ഓഫ് LH-നെ വിളിക്കുന്ന പേരെന്താ? LH സർജ് ആണ്. ഓക്കെ, ഇനി rupturing of Graafian follicle occurs and release of ovum. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഈ ഓവുലേറ്ററി ഫേസിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾസ്. അപ്പൊ ഇവിടെ നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോണത് റപ്ചറിങ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് റിലീസ് ഓഫ് ഓവം അല്ലെങ്കിൽ സെക്കൻഡറി യൂസൈറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓവുലേഷൻ എന്ന് വിളിക്കുക. അപ്പൊ നമ്മളുടെ ഗ്രാഫിയൻ ഫോളിക്കിൾസ് പൊട്ടിപ്പോയത് കണ്ട, ഇത് പൊട്ടിപ്പോയിട്ട് ഇവിടെ നിന്ന് ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാകുന്നത് നമ്മളുടെ 14th ഡേ ആണ്, 14ാമത്തെ ദിവസമാണ്. ഇവിടെ വെച്ചിട്ടാണ് ഓവുലേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഓവുലേറ്ററി ഫേസ്. ഓക്കെ ആണല്ലോ മക്കളെ? ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായി, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിപ്പോയി, അവിടുന്ന് സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടായി, അതാണ് ഓവുലേഷൻ നടക്കുന്ന ഫേസ്. ഏതാ? ഓവുലേറ്ററി ഫേസ്. ഓക്കെ ആണല്ലോ? ഈ ലാസ്റ്റ് ഫേസ്, 4ാമത്തെ ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ്. അപ്പൊ നമ്മുടെ ഓവുലേറ്ററി ഫേസ് നടന്നതിന് ശേഷം ഒരു യെല്ലോ ഗ്ലാൻഡുലാർ മാസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്രം നോക്കുക. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞു, ഓവുലേഷൻ കഴിഞ്ഞു, അതിനുശേഷം നോക്കി ഒരു യെല്ലോ കളർ ഗ്ലാൻഡുലാർ മാസ് ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ പേരെന്താ മക്കളെ? കോർപ്പസ് ലൂട്ടി എന്നാണ്. കോർപ്പസ് ലൂട്ടി ആണ്, നമ്മൾ നേരത്തെ പഠിച്ചതാണ് കേട്ടോ. ഈ കോർപ്പസ് ലൂട്ടി എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ?
സെക്രീസ് പ്രൊജസ്റ്ററോൺ. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കോർപ്പസ് ലൂട്ടി ഏത് ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യണേ? പ്രൊജസ്റ്ററോണെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ ഈസ്ട്രജൻ പഠിച്ചു, ഇപ്പൊ പ്രൊജസ്റ്ററോൺ പഠിച്ചു. ഇനി പ്രൊജസ്റ്ററോൺ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നേ? ഹെൽപ്സ് ഇൻ മെയിൻറ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം. പൊട്ടിപ്പോയ എൻഡോമെട്രിയത്തെ പിന്നെയും നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലാണ് നമ്മുടെ പ്രൊജസ്റ്ററോണിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ പറയണ്ടേ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ 4 മെൻസ്ട്രൽ ഫേസസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, നല്ലപോലെ പഠിച്ചിരിക്കാം. ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് ഇതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ഒബ്സർവ് ദ ഡയഗ്രാം. ഈ ഡയഗ്രാം നോക്കാനാണ് നമ്മളുടെ ചോദ്യം. ഐഡന്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഗ്രാഫ്. ഇതിലെ എയും ബിയും ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എ എന്താണ്, ബി എന്താണ്, ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നോക്കാം. എ ഏതാ മക്കളെ? ഈസ്ട്രജൻ. ബി ഏതാ? പ്രൊജസ്റ്ററോൺ. ഏതാ? ഈസ്ട്രജൻ ആണ്. ഇനി ബി ഏതാ? പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ. ഓക്കെ, ഇനി ഐഡന്റിഫൈ സ്ട്രക്ചർ സി ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. സി എന്നുള്ള സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദ്യം. സി എന്നുള്ള സ്ട്രക്ചർ ഏതാ? കോർപ്പസ് ലൂട്ടി ആണ്. ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ യെല്ലോ ഗ്ലാൻഡുലാർ മാസ് ഉണ്ടായി. അതിന്റെ പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? സെക്രീസ് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്സ് ഇൻ മെയിൻറ്റെനൻസ് ഓഫ് എൻഡോമെട്രിയം. പൊട്ടിപ്പോയ എൻഡോമെട്രിയത്തെ പിന്നെയും നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മളുടെ പ്രൊജസ്റ്ററോൺ. ഇനി സി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് പിറ്റ്യൂട്ടറി ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ഇറ്റ് ഇറ്റ്സ് മാക്സിമം ലെവൽ ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഓവുലേഷൻ. ഓവുലേഷൻ നടക്കുന്ന ടൈമില് ഏത് പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് അതിന്റെ പീക്ക് ലെവലിൽ സെക്രീറ്റ് ചെയ്യുക? നമുക്കുള്ള LH ആണ്. നമ്മൾ LH സർജ് നേരത്തെ പഠിച്ചതാണ് കേട്ടോ. പെട്ടെന്നുള്ള LHന്റെ പീക്ക് ലെവൽ സെക്രീഷനെയാണ് നമ്മൾ LH സർജ് എന്ന് വിളിച്ചേ. ഓക്കെ, അപ്പൊ LH ആണ് അതിന്റെ പീക്ക് ലെവലിൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ റോൾ ഓഫ് LH ആൻഡ് FSH ഇൻ ഫീമെയിൽസ്. അപ്പൊ നമ്മൾ കുറച്ചു മുന്നേ എന്ത് പഠിച്ചു? LH ഉം FSH ഉം മെയിൽസിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്പെർമറ്റോജെനിസിസിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ കുറച്ചു മുന്നേ പഠിച്ചത്. ഈ ക്വസ്റ്റ്യൻ എന്താ? ദ റോൾ ഓഫ് LH ആൻഡ് FSH ഇൻ ഫീമെയിൽസ്. ഫീമെയിൽസിൽ LH ഉം FSH എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. അപ്പൊ LH നോക്കി. LH എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്സ് ഇൻ ഓവുലേഷൻ. ഓവുലേഷന് വേണ്ടി സഹായിക്കുന്നതാണ് LHന്റെ ഡ്യൂട്ടി. ആരില്? ഫീമെയിൽസിൽ. ഇനി FSH എന്തിനാ സഹായിക്കുന്നത്? സ്റ്റിമുലേറ്റ് ഡെവലപ്മെന്റ് ഓഫ് പ്രൈമറി ഫോളിക്കിൾ ഇൻടു സെക്കൻഡറി ഫോളിക്കിൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ FSH, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു ഡയഗ്രാം ആണ് കേട്ടോ. ഡയഗ്രാം ഓഫ് ഓവം സറൗണ്ടഡ് ബൈ സ്പേംസ്. ഈ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓവത്തിന്റെ ഡയഗ്രാം ആണ്. സ്പേംസ് വരുന്ന ആ ഒരു ഡയഗ്രാം ആണ് കേട്ടോ. ഇതൊന്ന് നോക്കി വെക്കാം. ഇതില് ഈ സോണ പെലിസിഡ എന്നുള്ള ലെയർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ ചുറ്റും കവർ ചെയ്തിട്ട് ഒരു ന്യൂ മെമ്പറേൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് സോണ പെലിസിഡ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ സെക്സ് ഓഫ് ദ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ നോട്ട് മദർ. നമ്മളുടെ ബേബീസിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യൽ റോൾ ഉള്ളത് ഫാദറിനാണ്, മദറിനല്ല. ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? വൈ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? യെസ്, ഞാൻ യോജിക്കുന്നുണ്ട്. അതിന്റെ ഉത്തരം എന്താണ്? ദ സെക്സ് ഓഫ് ദി ബേബി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ടൈപ്പ് ഓഫ് സ്പെർം എന്ററിംഗ് ടു ദ ഓവം. അല്ലേ? നമ്മളുടെ ഫീമെയിൽസിന്റെ കേസില് അവർക്കുള്ള ഫീമെയിൽസിന്റെയും മെയിൽസിന്റെയും കേസ് നമുക്ക് നോക്കാം. ഫീമെയിൽസിന്റെ കേസിൽ ക്രോമോസോം നമ്പർ എങ്ങനെയാ? 44A+XX ആണ്. മെയിൽസിലാണെങ്കിൽ 44A+XY ആണ്. ഓക്കെ, ഇവിടെ നോക്ക്, ഇത് സെയിം ആണ് അല്ലേ? ഹോമോഗേമേറ്റ് ആണ്. ഹെട്രോൺ XY ആണ് അവിടെ ഉള്ളത്. അപ്പൊ നോക്കിയേ, is determined by the type of sperm entering to the ovum. ഓവത്തിലേക്ക് വരുന്ന സ്പേമിന്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണ് അതിരിക്കുക അല്ലെ? ഇവിടെ XY ക്രോമോസോം ആണ് വരുന്നത്. അപ്പൊ Yയുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. ഓക്കെ, the zygote carrying XX would develop into a female baby. Zygote XX ക്രോമോസോം ആണ് ക്യാരി ചെയ്ത് പോണേന്നുണ്ടെങ്കിൽ അത് ഫീമെയിൽ ബേബി ആയിരിക്കും. ഇനി XY ക്രോമോസോം ആണെങ്കിൽ
അതൊരു മെയിൽ ചൈൽഡ് ആയിരിക്കും. അപ്പൊ എന്താണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫാദർ വിൽ ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദി ബേബി. ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യലില് റോൾ ഉള്ളത് ആർക്കാണ്? ഫാദറിന് മാത്രമേ റോൾ ഉള്ളൂ. കാരണം അവരിലുള്ളത് ഏതാ? 44A+XY ക്രോമോസോം ആണ്. ഇത് ഹെറ്ററോഗാമൈറ്റ് ആണ്. ഫാദറിനാണ് റോൾ ഉള്ളത്. ഇവിടെ ആർക്ക് റോൾ ഇല്ല? സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ റോൾ ആർക്കില്ല? ഫീമെയിൽസിനില്ല. കറക്റ്റ് ആർക്കാണ് റോൾ ഉള്ളത്? മെയിൽസിനാണ്. ഓക്കെ, ആ രീതിയിൽ ഈ ഉത്തരം എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പ്രോസസ്. ഇവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഈ പ്രോസസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ നെയിം ദ സ്ട്രക്ചർ F. സി ക്വസ്റ്റ്യൻ നെയിം ദ സെൽ C and D. അപ്പൊ നോക്കിയാലോ, നെയിം ദ പ്രോസസ്. എന്താണ് ഈ പ്രോസസ്? നമുക്ക് ഒരു ഡിവിഷൻ ഒക്കെ ഇങ്ങനെ നടന്നു പോയിട്ടുണ്ട്. സൈഗോട്ടിന്റെ ഡിവിഷൻ എല്ലാം നടന്നത്. ലാസ്റ്റ് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതെന്താ മക്കളെ? ഈ പ്രോസസ് ഏതാണ്? ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ പ്രോസസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തേക്കുന്നത്. നെയിം ദ സ്ട്രക്ചർ F. ഇതിലെ F എന്നുള്ള സ്ട്രക്ചർ എന്താണ്? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? F എന്നുള്ള സ്ട്രക്ചർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. A, B, C, D. നമുക്കറിയാം ബ്ലാസ്റ്റോമിയേഴ്സിന്റെ ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ബ്ലാസ്റ്റോമിയേഴ്സിന്റെ ഫോർമേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഇത് 1 സെൽഡ് ആണ്. ഇത് 2 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഇത് 4 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഇത് 8 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഇത് 16 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് ഏതാ? നെയിം ദ സ്ട്രക്ചർ F. A, B, C, D, E, F. F എന്നുള്ളത് 16 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, മോറുല. നമുക്കറിയാം 8 to 16 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോറുല എന്നാണ്. മോറുല. ഓക്കെ, നമ്മുടെ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് പോയി. സൈഗോട്ട് ഡിവൈഡ് ചെയ്താൽ തന്നെ ഒരു സെല്ലുള്ള ബ്ലാസ്റ്റോമിയേഴ്സ് പിന്നെ 2 സെൽഡായി, 4 സെൽഡായി, 8 സെൽഡായി, 16 സെൽഡായി. 8 to 16 സെൽഡ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റോമിയേഴ്സിന്റെ എണ്ണം അവരെ നമ്മൾ വിളിക്കാം മോറുല എന്നാണ്. മോറുല. നെക്സ്റ്റ് നെയിം ദ സെൽ C and D. സിയും ഡിയും ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെന്ത് തന്നെയാണ്? സെൽസിന്റെ പേരല്ലേ ചോദിച്ചേക്കുന്നത്? സെല്ലിന്റെ പേരെന്താ? ബ്ലാസ്റ്റോമിയേഴ്സ് എന്നാണ്. ഓക്കെ, സിയും ഡിയും ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ? നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ഡിവിഷൻ സംഭവിച്ചു. 1 സെൽഡ്, 2 സെൽഡ്, 4 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ്, 8 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ്, 16 സെൽഡ് ബ്ലാസ്റ്റോമിയേഴ്സ്. പിന്നെ അത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ടാണ് ഇവിടെ പോയി ഇംപ്ലാന്റ് ചെയ്തിരിക്കണേ. ഇവിടെ പോയി ഇംപ്ലാന്റ് ചെയ്തേയിരിക്കുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റേഷൻ കണ്ടില്ലേ? നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വാൾ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പോയിരിക്കുന്ന ആളാരാ? ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞ സെല്ലാണ്. ആ ഡിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. A, B, C, D, E, F മോറിലുണ്ടായി. ബ്ലാസ്റ്റോസിസ്റ്റ് വന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മളുടെ ഇന്നർ വാൾ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ പോയിട്ട് ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഇംപ്ലാന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ എന്ത് പഠിച്ചു? ബ്ലാസ്റ്റോസിസ്റ്റ് വരെ പഠിച്ചു നിർത്തിയതാണ്. ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് എൻഡോമെട്രിയത്തിൽ പോയി ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നു. ആ ഭാഗം അതാണ് ഇംപ്ലാന്റേഷൻ. അപ്പൊ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഗിവൺ ബിലോ ഇസ് എ ഡയഗ്രാം ഓഫ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റ്. ഐഡന്റിഫൈ A and B. A എന്നുള്ളത് എവിടെയുള്ള സെല്ലാ മക്കളെ? ഉള്ളിലുള്ള സെല്ലാണ് A. B എന്നുള്ളത് പുറമേ കാണുന്ന സെല്ലാണ്. അപ്പൊ A ഏതാ മക്കളെ? ഇന്നർ സെൽമാസ് ആണ്. എന്താ? ഉള്ളിൽ കാണുന്നതല്ലേ. സോ ഇന്നർ സെൽമാസ് എന്നാണ് ഇവരുടെ പേര്. ഇനി പുറമേ ഉള്ള സെൽ ഏതാ? പുറമേ ഉള്ളത് ട്രോഫോബ്ലാസ്റ്റ് ആണ്. പുറമേ ഉള്ളത് ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഫംഗ്ഷൻ എക്സാമിന് ചോദിക്കും. എന്താണ് നോക്കുക ഫംഗ്ഷൻ? ഇന്നർ സെൽമാസ് ആണ് ബിക്കംസ് എംബ്രിയോ. എംബ്രിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇന്നർ സെൽമാസ് ആണ്. ഓർഗൻസ് അല്ലെങ്കിൽ എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഇനി ട്രോഫോബ്ലാസ്റ്റ് എന്താ? ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാല് ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് ഗെറ്റ്സ് അറ്റാച്ച്ഡ് ടു എൻഡോമെട്രിയം. അപ്പൊ കുറച്ച് മുന്നേ നമ്മൾ ഇവിടെ എൻഡോമെട്രിയം പോയി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാര്യം പറഞ്ഞു അല്ലേ? അപ്പൊ ഇവിടെ എൻഡോമെട്രിയം പോയിട്ട് ഇങ്ങനെ നമ്മൾ എൻഡോമെട്രിയത്തിലോട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇവിടെ സേഫ് ആയിട്ട് നമ്മുടെ ബേബി ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ്. പുറമേ ഉള്ള ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഇംപ്ലാന്റേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, അത് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലാസന്റ? എന്താണ് പ്ലാസന്റ? എന്താണ്? അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു കണക്ഷൻ ആണല്ലേ പ്ലാസന്റ എന്ന് പറയാ. അപ്പൊ എന്താണ് പ്ലാസന്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡി. നമ്മളുടെ ഫീറ്റസും അതേപോലെ തന്നെ മെറ്റേണൽ ബോഡിയും. മെറ്റേണൽ ബോഡി എന്ന് വെച്ചാൽ മദറാണ്, അമ്മയും തമ്മിലുള്ള സ്ട്രക്ചറലും ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസന്റ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ബ്ലഡ് വാസ്കുലാർ കണക്ഷൻ എന്നും ചോദിക്കാം കേട്ടോ. ബ്ലഡ് വാസ്കുലാർ കണക്ഷൻ എന്നും പറയാം. ബ്ലഡ് വാസ്കുലാർ കണക്ഷൻ എന്നും പറയാം ബിറ്റ്വീൻ ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡി. ഏതാണ്? പ്ലാസന്റ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ് ക്യാൻ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്. ജസ്റ്റിഫൈ. അത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ ഗീവ് റീസൺ. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഇറ്റ് സെക്രീറ്റ്സ്. നമ്മളെ പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്. HCG, HPL, ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ. ഫുൾ ഫോം പഠിക്കണം. എന്തുകൊണ്ടാണ് പ്ലാസന്റ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സെക്രീറ്റ്സ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG, ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടജൻ, HPL, പിന്നെ ഏതൊക്കെയാ? ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. അതുകൊണ്ടാണ് നമ്മളുടെ പ്ലാസന്റയെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം. ഇനി നമ്മുടെ 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ യൂറിൻ സാമ്പിൾ ഓഫ് എ ലേഡി ഈസ് ടെസ്റ്റഡ്. ഒരു ലേഡിയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ അതിൽ എന്ത് കണ്ടെത്തി? പ്രസൻസ് ഓഫ് HCG ഈസ് ഡിറ്റക്റ്റഡ്. HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്തു, കണ്ടുപിടിച്ചു. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രസൻസ് ഓഫ് HCG ഇൻഡിക്കേറ്റ്? യൂറിനിലെ HCGയുടെ പ്രസൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തിനാ സൂചിപ്പിക്കുന്നത്? പ്ലാസന്റൽ ഹോർമോൺസ് ആണ്. അപ്പൊ എന്തിനാ സൂചിപ്പിക്കുന്നത്? ദ ലേഡി ഈസ് പ്രഗ്നന്റ്. ആ ലേഡി പ്രഗ്നന്റ് ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ഇറ്റ് സോഴ്സ്? എവിടെ നിന്നാണ് HCGയുടെ സോഴ്സ്? എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മക്കളെ പ്ലാസന്റ. പ്ലാസന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് HCG. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി ടു ഫങ്ഷൻസ് ഓഫ് ദാറ്റ് സോഴ്സ്. ആ സോഴ്സിന്റെ 2 ഫംഗ്ഷൻ എഴുതാൻ. ആ സോഴ്സ് എന്ന് വെച്ചാൽ ഏതാ? നമ്മളെ പ്ലാസന്റ ആണ്. പ്ലാസന്റയുടെ 2 ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിലോട്ട് എത്തിക്കുക, ആവശ്യമില്ല സാധനങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. അപ്പൊ എന്താണ്? സപ്ലൈ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ഫ്രം മദർ ടു ഫീറ്റസ്. ഓക്സിജനും ന്യൂട്രിയൻസും അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി വേസ്റ്റ് ഫ്രം ഫീറ്റസ്. കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ക്രീറ്ററി വേസ്റ്റ് മെറ്റീരിയൽസും നമ്മുടെ ഫീറ്റസിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതാണ് 2 മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടേ പ്ലാസന്റയുടെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം, ഇംപ്ലാന്റേഷൻ എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് പോയിട്ട് നമ്മളുടെ എൻഡോമെട്രിയത്തിൽ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന പ്രോസസ് ആണ് ഇംപ്ലാന്റേഷൻ. അപ്പൊ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ട്രോഫോബ്ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ട്രോഫോബ്ലാസ്റ്റില് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. dash that surrounded by the uterine tissue and maternal blood. ആ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് സറൗണ്ട് ചെയ്തിട്ട് ഒരു യൂട്രൈൻ ബ്ലഡ് മെറ്റേണൽ ബ്ലഡ് അല്ല യൂട്രൈൻ ടിഷ്യൂ മെറ്റേണൽ ബ്ലഡ് ഒക്കെ ഉണ്ടാവും. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ പേരെന്താണെന്നാ ചോദിച്ചേക്കുന്നേ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ പേരെന്താ? കൊറിയോണിക് വില്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാണ്? ഫിംബ്രിയാണ്. ഇതേതാ? കൊറിയോണിക് വില്ലിയാണ്. ഇനി നെക്സ്റ്റ് നോക്കാം. ഇതൊക്കെ 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് കേട്ടോ. 1 മാർക്കിന്റെ ഏരിയ ആണ്. Placenta is connected to the embryo by dash. Placenta is connected to embryo. നമ്മുടെ പ്ലാസന്റ നമ്മുടെ കൊച്ചിനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. ഇത് പ്ലാസന്റ ആണെന്നുണ്ടെങ്കിൽ ഈ പ്ലാസന്റ കൊച്ചുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തത്, ബേബി ആണെന്നുണ്ടെങ്കിൽ ഈ ബേബി ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കണക്ഷൻ ഉണ്ട്. എന്താണ്? ഒരു ബന്ധത്തിന് നമ്മൾ ഭയങ്കര കാര്യമായിട്ട് പറയുന്ന ഒരു ബന്ധം ഉണ്ടല്ലോ, പുക്കിൾക്കുടി ബന്ധം എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇതാണ് നമ്മളെ അംബലിക്കൽ കോഡ് കേട്ടോ. അംബലിക്കൽ കോഡാണ്. ആര് തമ്മിലുള്ള കണക്ഷൻ ആണ്? പ്ലാസന്റയും നമ്മളെ എംബ്രിയോയും തമ്മിലുള്ള കണക്ഷൻ ആണ്. ഓക്കെ, പ്ലാസന്റ ഈസ് കണക്റ്റഡ് ടു ദി എംബ്രിയോ ബൈ എന്താ? അംബലിക്കൽ കോഡ്. പഠിച്ചിരിക്കാം. നെക്സ്റ്റ് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചേഞ്ചസ് ഒക്കേറിംഗ് ഇൻ എംബ്രിയോ ഡ്യൂറിങ് പ്രഗ്നൻസി. ഓക്കെ, ഒരു ലേഡി പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിൽ ഫസ്റ്റ് മന്ത് തൊട്ട് ലാസ്റ്റ് മന്ത് വരെ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മന്തിൽ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഹാർട്ട് ഈസ് ഫോംഡ്.
ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നു. എൻഡ് ഓഫ് സെക്കൻഡ് മന്ത്, രണ്ടാമത്തെ മാസത്തിന്റെ അവസാനം ആകുമ്പോഴേക്കും ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഫോർമഡ്, ലിംസും ഡിജിറ്റ്സും എല്ലാം ഫോം ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് എൻഡ് ഓഫ് 12th വീക്ക്, 12th വീക്കിന്റെ അവസാനം ആകുമ്പോഴാണ് ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻ വെൽ ഡെവലപ്ഡ്, ലിംബും അതേപോലെ തന്നെ എക്സ്റ്റേണൽ ഓർഗൻസ് ഇല്ലേ അത് നല്ലപോലെ ഡെവലപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എൻഡ് ഓഫ് 12th വീക്ക്, 12th വീക്കിന്റെ അവസാനം സംഭവിക്കുന്നത്. ഇനി അഞ്ചാമത്തെ മാസമാണ് കൊച്ചിന് എന്ത് വരിക, ഫസ്റ്റ് മൂവ്മെന്റ് വരിക. ആദ്യമായിട്ട് കൊച്ചനങ്ങുന്നത്, നമ്മുടെ ബേബി ഫസ്റ്റ് മൂവ്മെന്റ് കാണിക്കുന്നത് 5th മന്തിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഫൈൻ ഹെയർസ് ഉണ്ടാവും. എവിടേക്കാണ്, നമ്മളുടെ ഹെയറിലും ഹെഡിലും ഒക്കെ, അല്ല ഹെഡില് കുഞ്ഞു കുഞ്ഞു ഹെയർസ് ഫോം ചെയ്യുന്നത് എവിടെയാണ്, 5th മന്തിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് എൻഡ് ഓഫ് ദ 24th വീക്ക്, 24ാമത്തെ ആഴ്ചയുടെ അവസാനത്തില് ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയർസ്. നേരത്തെ തലയിൽ മാത്രമായിരുന്നു, ഈ 24ാമത്തെ വീക്കിന്റെ അവസാനം ആകുമ്പോഴാണ് ബോഡി ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഹെയർസ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഐലിഡ് സെപ്പറേറ്റ് ചെയ്യും. അത്ര നേരം ഇങ്ങനെയാണ് അല്ലെ, ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒട്ടി പിടിച്ചിട്ടായിരിക്കുന്നുണ്ടാവുക. ആ 24ാമത്തെ വീക്കിന്റെ അവസാനം ആകുമ്പോഴേക്കും ഐലിഡ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. കണ്ണ് തുറക്കുന്നല്ല, ഐലിഡ് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഐലാഷസും ഫോം ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ്. ഇനി 9th മന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഫീറ്റസ് ഈസ് ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് റെഡി ഫോർ ഡെലിവറി. ഒരു ഫീറ്റസ് ഫുള്ളി ഡെവലപ്പ് ആയിട്ടുണ്ടാവും. എന്തിനു വേണ്ടി റെഡി ആയിട്ടുണ്ടാവും, ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അതാണ് എൻഡ് ഓഫ് ദ 9th മന്ത്, നമ്മൾ 9ാം മാസത്തിന്റെ അവസാനത്തിൽ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ. വാട്ട് ഈസ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്? എന്താണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് വെച്ചാൽ? ഫീറ്റസിന് എന്ത് ചെയ്യുക, ഇജക്ഷൻ തള്ളുക, അങ്ങനെ ഒന്ന് ആലോചിക്കേട്ടാ. അപ്പൊ നോക്കുക, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്താണ്? ദ സിഗ്നൽസ് ഒറിജിനേറ്റിംഗ് ഫ്രം, അത് കിട്ടുന്ന സിഗ്നൽസ് ആണ്. എവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽസ് ആണ്? ഫ്രം ഫീറ്റസ് ആൻഡ് പ്ലാസന്റ, ഫീറ്റസിൽ നിന്നും പ്ലാസന്റയിൽ കിട്ടുന്ന ഒരു സിഗ്നൽ ആണെന്ത്, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഇൻഡ്യൂസ് മൈൽഡ് യൂട്ടറൈൻ കൺട്രാക്ഷൻ. ഈ ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് കിട്ടിക്കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മൾ യൂട്രൈൻ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ഈ ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് കിട്ടിക്കഴിയുമ്പോഴാണ് കേട്ടോ. അപ്പൊ സിഗ്നൽസ് ആണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ഇവിടെ നിന്ന് കിട്ടുന്ന സിഗ്നൽ ആണ്, ഫീറ്റസ് ചെയ്യുന്ന പ്ലാസന്റയും പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ആണ്. ഓക്കെ, ഇൻഡ്യൂസസ് മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻ. നെക്സ്റ്റ് നോക്കാം. നെയിം ദ യെല്ലോ മിൽക്ക് പ്രൊഡ്യൂസർ ഡ്യൂറിംഗ് ഫസ്റ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ചോദിക്കാറുണ്ട്. നെയിം ദ യെല്ലോ മിൽക്ക് പ്രൊഡ്യൂസർ ഡ്യൂറിംഗ് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ. വാട്ട് ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ഇറ്റ് പ്രൊവൈഡ്സ്? അപ്പൊ നമുക്കറിയാം ലാക്ടേഷന്റെ ടൈമിൽ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഫോം ചെയ്യുന്ന യെല്ലോ കളേർഡ് മിൽക്കിന്റെ പേരെന്താണ്? അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ഏത് ടൈപ്പിലുള്ളതാണ്? ആ മിൽക്കിന്റെ പേരെന്താണ് മക്കളെ? കൊളസ്ട്രം ആണ്. ഫസ്റ്റ് മിൽക്ക് ഫോം ഡ്യൂറിംഗ് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രം ആണ്, ഒരു യെല്ലോ കളേർഡ് മിൽക്കാണ്. ഓക്കെ, ഇനി അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇമ്മ്യൂണിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. എന്താ, അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന ഇമ്മ്യൂണിറ്റി ആണ്. സോ അത് പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. അതിലുള്ള ആന്റിബോഡി ഏതാണ്? IgA ആന്റിബോഡീസ് ആണ് അതിലുള്ളത്. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ പറയേണ്ടത് എന്താ? ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ഫോർ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ ഇൻഫാൻസ്. എന്താണ്? ആന്റിബോഡീസ് ഉണ്ടല്ലേ അതില്, IgA ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ ഇമ്മ്യൂണിറ്റി ആണ് കൊടുക്കുന്നത്. അപ്പോ കുട്ടികൾക്ക്, നമ്മളെ കുഞ്ഞു ബേബീസിന് എന്താ കൊടുക്കുന്നത്? റെസിസ്റ്റൻസ് പവർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രതിരോധ ശക്തി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്പ് ഇമ്മ്യൂണിറ്റി ഇൻ ഇൻഫാൻസിന് എന്ത് കൊടുക്കുന്നു? ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു, ടെക്സ്റ്റ് ബുക്കിന്റെ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ ഈ 2 വീഡിയോസ് പോയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പകുതി പോർഷൻ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ ഇതേ ബാക്കി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ എന്ന് പറഞ്ഞു തന്നത്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് നല്ല പോലെ പഠിച്ചു വെക്കാം. ടീച്ചർ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും പഠിച്ചു വെക്കുക, എക്സാമിന് ഷുവറാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. അടുത്ത ചാപ്റ്റർ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.